നിയമപരമായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. അതുകൊണ്ട് നിയമപരമായി തന്നെ 100% എൻ്റെ കാര്യത്തിൽ വിജയം ഉറപ്പാണ്. ആ കാര്യം എൻ്റെ ഭാഗമാണ് ന്യായം. ഇത് ഇപ്പോൾ ഈ ഒരു ഓർഡർ ഇറങ്ങിയിരിക്കുന്നത് നിയമവിരുദ്ധമാണ്. സർവകലാശാലയുടെ എൻ്റെ നിയമനാധികാരി സിൻഡിക്കേറ്റാണ്. സിൻഡിക്കേറ്റിൻ്റെ തീരുമാനപ്രകാരമാണ് ഞാൻ സർവകലാശാല രജിസ്ട്രാറായി പ്രവർത്തിക്കുന്നത്. അതിൻ്റെ നിയമപരമായി അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകും. കോടതിയെ സമീപിക്കുകയാണോ അതോ സിൻഡിക്കേറ്റ് വിളിച്ച് അത്തരത്തിലൊരു നടപടിയായിരിക്കും? അത് വരട്ടെ, എന്തായാലും നമുക്ക് നോക്കാം. അതായത് അവർ പറയുന്നത് ഈ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്ന 2 വിചിത്രവാദങ്ങളാണ്. ഒന്ന്, വേദിയിൽ ഗവർണർ ഇരിക്കെ ആ പരിപാടി റദ്ദ് ചെയ്തു എന്നുള്ള അറിയിപ്പ് നൽകി. അത് കൂടാതെ മറ്റൊന്ന്, മതചിഹ്നം ഏതാണ് എന്നുള്ളത് വ്യക്തമല്ല എന്നുള്ള കാര്യം. ഇത് രണ്ടും വ്യക്തമാണ്. ഇത് രണ്ടും വ്യക്തതയോടുകൂടി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള ബന്ധപ്പെട്ട രേഖകളുമുണ്ട്. സസ്പെൻഷൻ അംഗീകരിക്കാതെ നാളെ മുതൽ തുടർ പ്രവർത്തനം അതിലിത് നിയമപരമായി നിൽക്കുന്നതല്ലല്ലോ, നിയമപരമായി നിൽക്കാത്തതാണ് ഇത്. അതുകൊണ്ട് നിയമപരമായിട്ടല്ലേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. നിയമപരമായിട്ടല്ലേ പ്രവർത്തിക്കാൻ കഴിയൂ. അല്ല, സിൻഡിക്കേറ്റ് അങ്ങനെ ഒരു അധികാരം എനിക്കറിയില്ല. അതൊന്നും അറിയില്ല. അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതിനെക്കുറിച്ച് അറിയില്ല.